കഥ തുടരുന്നു. 1986 ഡാമിൻ്റെ പണികൾ പൂർത്തിയാകുമ്പോഴേക്കും സർക്കാരിൻ്റെ വലിയ മരാമത്ത് പണികൾ ഏറ്റെടുത്ത് നടത്താനുള്ള സർവ്വസന്നാഹങ്ങളും നാരായണൻ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. നാരായണനിൽ നിന്ന് നാരായണൻ കോൺട്രാക്ടറായും പിന്നീട് നാരായണൻ കോൺട്രാക്ടറായും അവിടെ നിന്ന് നാരായണൻ മുതലാളിയായും അയാൾ വളർന്നിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി നാരായണന് 4 മക്കൾ ജനിച്ചു. ഓരോ കുട്ടി ജനിക്കുമ്പോഴും തന്മലയിൽ അയാൾ 10 ഏക്കർ ഭൂമി വാങ്ങും. അത് ആ കുട്ടിക്കുള്ളതായിരിക്കും. ഏറ്റവും ഇളയ മകനായിരുന്നു വിമൽ. വിമൽ ജനിക്കുമ്പോൾ വാങ്ങിയതായിരുന്നു ശെന്തുരുണിയിലെ കണ്ണായ 10 ഏക്കർ ഭൂമി. മൂത്ത മകൾ ഗൗരിക്ക് 17 വയസ്സ് തികഞ്ഞ ഉടനെ കഴുതുരുട്ടിയിലെ ഒരു ചെറിയ മരാമത്ത് കോൺട്രാക്ടറുടെ മകനായ രാമഭദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. നാരായണന്റെ മരണശേഷം അയാളുടെ അധീനതയിലുണ്ടായിരുന്ന വൻകിട മരാമത്ത് പണികളെല്ലാം ഏറ്റെടുത്ത് രാമഭദ്രനായിരുന്നു. 10ാം തരം പാസ്സായതോടെ രണ്ടാമത്തെ മകൻ വിജയനാരായണൻ അച്ഛനെ സഹായിക്കാൻ കൂടി. രാമഭദ്രൻ എല്ലാം ഏറ്റെടുത്തപ്പോൾ വിജയനാരായണനെ മാനേജരാക്കി. വലിയ ശമ്പളവും ലാഭവിഹിതവും കൊടുത്തു തൻ്റെ പക്ഷത്ത് നിർത്തി. 3ാമത്തെ മകൻ ശിവനാരായണൻ ടെസ്റ്റ് എഴുതി റെയിൽവേ ഉദ്യോഗസ്ഥനായി. ഡിഗ്രി വരെ പഠിച്ചത് വിമൽ മാത്രമായിരുന്നു. ഓരോരുത്തരുടെയും വിവാഹം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം അവർ ജനിച്ചപ്പോൾ വാങ്ങിയ 10 ഏക്കർ എഴുതി കൊടുക്കും. അതായിരുന്നു നാരായണൻ മുതലാളിയുടെ രീതി. പക്ഷേ ഒന്ന് നിർത്തി. അല്പനേരത്തെ മൗനത്തിന് ശേഷം നിറക്കണ്ണുകൾ തുടച്ചുകൊണ്ട് ജ്യോതിലക്ഷ്മി തുടർന്നു. ചായക്കടയുടെ ചായപ്പിലെ ഒറ്റമുറിയിൽ നിന്നും കൂറ്റൻ ബംഗ്ലാവിൻ്റെ പ്രൗഢിയിലേക്ക് എത്തിയ നാരായണൻ മുതലാളി 3 മക്കൾക്കും ബന്ധമെടുത്തത് വലിയ തറവാടുകളിൽ നിന്നായിരുന്നു. തന്നോടുള്ള വിമലേട്ടൻ്റെ ബന്ധം അയാൾ അംഗീകരിച്ചില്ല. വസ്തുപാട്ടത്തിനടുത്ത് കൈതച്ചക്ക കൃഷി നടത്തിയിരുന്ന തൻ്റെ അച്ഛനെ ആക്ഷേപിച്ച് ആട്ടിപ്പായിച്ചു. തങ്ങളുടെ വിവാഹം അച്ഛൻ നടത്തുവാൻ പോകുന്നില്ലെന്ന് ഉറപ്പായതോടെ വിമൽ നാരായണൻ ഡിഗ്രി പാസ്സായ ശേഷം ചെന്നൈയിലെത്തി. ഒരു സുഹൃത്തുമായി ചേർന്ന് ടയറിൻ്റെ ചെറിയ ബിസിനസ് ആരംഭിച്ചു. ക്രമേണ അത് പച്ചപിടിച്ചു. ജ്യോതിലക്ഷ്മി MSc പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിമൽ നാരായണനുമായുള്ള വിവാഹം നടന്നു. വിമൽ ജനിച്ചപ്പോൾ വാങ്ങിയിട്ട ശെന്തുരുണിയിലെ വസ്തു എഴുതി കൊടുത്തില്ലെന്ന് മാത്രമല്ല, നാരായണൻ മുതലാളി അവരെ വീട്ടിൽ പോലും കയറ്റിയില്ല. വൈകാതെ നാരായണൻ മുതലാളി മരിച്ചു. പിന്നാലെ ഭാര്യ ഭുവനേശ്വരിയും. തന്മല ഇതിനോടകം വലിയ ടൂറിസം കേന്ദ്രമായി വളർന്നിരുന്നു. വിമൽ ജനിച്ചപ്പോൾ നാരായണൻ വാങ്ങിയിട്ട ശെന്തുരുണിയിലെ വസ്തുവിൻ്റെ വില കോടികളിലേക്ക് ഉയർന്നു. പണം വാരാവുന്ന മനോഹരമായ ഒരു റിസോർട്ടിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ രാമഭദ്രൻ അതിന്മേൽ കണ്ണുവച്ചു. വിമൽ നാരായണൻ്റെ സഹോദരങ്ങളായ വിജയനാരായണനെയും ശിവനാരായണനെയും റിസോർട്ടിൽ പാർട്ട്ണർഷിപ്പ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് അയാൾ വശത്താക്കി. ഈ ഗൂഢാലോചന തിരിച്ചറിഞ്ഞതോടെ വിമൽ നാരായണൻ്റെ ആത്മാഭിമാനം ഉണർന്നു. തനിക്ക് പിതൃസ്വത്തിന്മേലുള്ള നിയമപരമായ അവകാശം നിഷേധിക്കുവാൻ ആർക്കും സാധ്യമല്ലെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും മരണമടഞ്ഞതോടെ പിതൃസ്വത്ത് രജിസ്റ്റർ ചെയ്ത് കിട്ടണമെങ്കിൽ എല്ലാ മക്കളും രജിസ്ട്രാർ ഓഫീസിലെത്തി സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. വിമൽ നാരായണൻ കാലി പിടിച്ചപേക്ഷിച്ചിട്ടും സഹോദരങ്ങൾ നിരസിച്ചു. അതോടെ കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിമൽ നാരായണൻ നാട്ടിലെത്തി. പുനലൂർ കോടതിയിലെ പരിചയമുള്ള ഏതോ വക്കീലിനെ കണ്ടു വക്കാലത്ത് ഏൽപ്പിച്ചു. പക്ഷേ ജ്യോതിലക്ഷ്മിയുടെ സംസാരം നിലച്ചു. പിന്നീടൊന്ന് പൊട്ടിക്കരച്ചിലായിരുന്നു. ശിഖ ഓടിവന്ന് അമ്മയുടെ അരികിലിരുന്ന് ആശ്വസിപ്പിച്ചു. ടവലെടുത്ത് അവളുടെ കണ്ണുകൾ തുടച്ചു. തേങ്ങലടങ്ങിയപ്പോൾ അവൾ ശിഖയോട് പറഞ്ഞു, മോള് പോയിരുന്ന് പഠിച്ചോ? അമ്മ ഓക്കെയാ. ശിഖ പോയി കഴിഞ്ഞപ്പോൾ ജ്യോതിലക്ഷ്മി പറഞ്ഞു വന്നത് പൂർത്തിയാക്കി. ജീവനോടെ തിരിച്ചു ചെന്നൈയിലെത്തിയില്ല. 13 കണ്ണറ പാലത്തിനടുത്തുള്ള വളവിൽ വെച്ചുണ്ടായ ബൈക്കപകടത്തിൽ വിമലേട്ടൻ കൊല്ലപ്പെട്ടു. ഓ മൈ ജീസസ്! നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സോജൻ റോയ് എഴുന്നേറ്റ് വെളിയിലേക്കിറങ്ങി. നവംബറിൻ്റെ ഇളമഞ്ഞ് മേലാട ചൂടിയ തെന്മലയിലെ തണുത്ത കാറ്റ്. ഒരു ചെറിയ കുന്നിനപ്പുറം ഒറ്റക്കരിലെ തടയണ. അവിടെ വ്യൂ ടവറിൽ കയറി നിന്നാൽ നീലാകാശത്തേക്ക് ചുണ്ടുരുമ്മി മുത്തമിടുന്ന പച്ചമലകളുടെയും മലയടിവാരങ്ങളിൽ ഉൾപ്പുളകം കൊണ്ട് തുള്ളിയിളകുന്ന തടാകങ്ങളുടെയും മനോഹര കാഴ്ചകളുടെ വിസ്മയ ലോകം കാണാം. തടാകങ്ങളിൽ നിന്നും അടിച്ചിട്ടോട്ടം കളിച്ചോടിയെത്തുന്ന കാറ്റിന് വല്ലാത്ത കുളിരാണ്. വിസ്മയപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ സ്വർഗ്ഗഭൂമിയാണ് ഈ തെന്മല. ജ്യോതിലക്ഷ്മി സോജൻ റോയിയെ അനുഗമിച്ച് വെളിയിലേക്കിറങ്ങി. നല്ല കാറ്റ്. റോയപ്പേട്ടയിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ ഞങ്ങളുടെ മകൻ പ്രിയരഞ്ജന് ബിസിനസ്സിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബിസിനസ് പൂർണ്ണമായും പാർട്ട്ണർക്ക് കൈമാറി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വിമലേട്ടൻ്റേത് തീർത്തും ഒരു ആക്സിഡൻ്റാണെന്ന് ഇവിടുത്തെ പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാലും ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വാഹനം ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്കിടെ ഞങ്ങൾ തിരക്കാറുണ്ട്. ഇവിടെ വാടക വീട്ടിൽ വന്ന് താമസിക്കാൻ എന്താ കാരണം? പിതൃസ്വത്ത് അംഗീകരിച്ച് കിട്ടുക എന്നത് വിമലേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. സ്വത്തിനോടുള്ള ആർത്തി കൊണ്ടൊന്നുമായിരുന്നില്ല. അച്ഛൻ്റെ സ്വത്ത് വേണമെന്നുള്ള വൈകാരികമായ ഒരാഗ്രഹം. അത് സാധിച്ചെടുക്കണമെന്ന് എനിക്കും വാശിയായി. ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് സ്വന്തം സഹോദരങ്ങളാണ് ഏറ്റവും വലിയ അപകടകാരികളായ ശത്രുക്കളെന്ന്. അവരുടെ ദ്രോഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര ദ്രോഹിച്ചാലും പിന്മാറില്ല. ഫൈറ്റ് ചെയ്യും. വിമലേട്ടൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കും. ജ്യോതിലക്ഷ്മിയുടെ മുഖത്തെ ദൃഢനിശ്ചയത്തിൻ്റെ കാഠിന്യം സോജൻ റോയ്ക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു, കള്ളപ്പരാതിയാവാം.
ഉറവിടം ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. പക്ഷേ പരാതി ഗൗരവമുള്ളതാ. പ്രാഥമിക അന്വേഷണം നടത്തിയേ മതിയാവൂ. എൻ്റെ അപേക്ഷയും അതുതന്നെയാ. കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് അന്വേഷിക്കണം. ഞങ്ങളുടെ അളിയൻ രാമഭദ്രൻ ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല. രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ഉന്നതമായ പോലീസ് ബന്ധങ്ങളുണ്ട്. വിമലേട്ടനാവട്ടെ അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഞങ്ങളെ പേടിപ്പിച്ചും അപമാനിച്ചും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള ശ്രമങ്ങളാണ്. ഞങ്ങൾക്ക് ആരുമില്ല. വിമലേട്ടൻ്റെ സഹപാഠി എന്ന നിലയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. ഒരു സ്ത്രീയെ തകർക്കാൻ ഭർത്താവിനെ കൊന്നവളാണെന്ന് ആക്ഷേപിക്കുന്നതിലും വലുതായിട്ടെന്താ വേണ്ടേ? ജ്യോതിലക്ഷ്മി ദുഃഖത്തോടെ കരഞ്ഞു. സോജൻ റോയ് സഹാനുഭൂതിയോടെ അവളെ നോക്കി. പരാതി നിസ്സാരമല്ല. അതിനെ ഭയപ്പെടണം. ആരുടെങ്കിലും പകയുണ്ടെങ്കിൽ ആകാശം ഇടിച്ച് നിരത്തിയെന്നൊരു നുണപ്പരാതി കൊടുത്താലും കേസെടുത്ത് കയ്യാമം വയ്ക്കുന്ന മ്ലേച്ഛമായ ഒരു ഭരണപരിഷ്കാരം ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പണവും സ്വാധീനവും സംഘടനാ ശക്തിയും ഉപയോഗിച്ച് എന്ത് വൃത്തിക്കേട് നടത്താവുന്ന കെട്ടകാലം. DGP ഓഫീസ് വരെ സ്വാധീനമുള്ളയാളാണ് രാമഭദ്രൻ. മാത്രമല്ല ഭരണമുന്നണിയിലൊരു ഘടകകക്ഷിയുടെ ശക്തനായ പ്രാദേശിക നേതാവും. ശ്രമിക്കാമെന്ന് വാക്ക് നൽകിയിട്ടാണ് സോജൻ റോയി പുറത്തിറങ്ങിയത്. അതത്ര എളുപ്പമല്ല. താൻ നേരിട്ട് അന്വേഷിക്കണമെങ്കിൽ തൻ്റെ മേലധികാരിയുടെ സമ്മതം വേണം. രാമഭദ്രൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നയാളാണ് SP. പിന്നെയുള്ളത് റേഞ്ച് IG അരവിന്ദ് പാലോടാണ്. അദ്ദേഹത്തിന് തന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് വച്ച് ശ്രമിക്കണം. താനിങ്ങനെയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നല്ല സഹപാഠികളെ പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ തൻ്റെ തൊപ്പിക്കെന്ത് വില? താൻ അണിഞ്ഞിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് എന്ത് ധാർമ്മികത? പോകുന്നതിന് മുമ്പ് സോജൻ റോയി എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ കണ്ണീര് കാണുന്ന ഭഗവാന, എനിക്കുറപ്പാ. ഒരുപാട് നന്ദിയുണ്ട്. ജ്യോതിലക്ഷ്മി കൈകൂപ്പി. താൻ ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന തെമ്മാടിത്തരം പറഞ്ഞു പരാതി കൊടുപ്പിച്ചത് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ജ്യോതിലക്ഷ്മിക്ക് മനസ്സിൽ കരുതി. പിറ്റേന്ന് ശനിയാഴ്ച സന്ധ്യയായപ്പോൾ അവൾ ഓട്ടോയിൽ വിജയനാരായണൻ താമസിക്കുന്ന കുടുംബ വീട്ടിലെത്തി. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതൊരു ചടങ്ങാണ്, കാലാകാലങ്ങളായുള്ള ചടങ്ങ്. ആഴ്ച പാർട്ടി. ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടും. അകത്തേക്ക് കാലെടുത്തു വെച്ച ജ്യോതിലക്ഷ്മി പെട്ടെന്ന് നിന്നു. അകത്ത് വലിയ ചർച്ച നടക്കുകയാണ്. നല്ല ബലമുള്ള കുരുക്കൊപ്പിച്ചിട്ടുണ്ടെന്ന് അളിയൻ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായേ. വിജയനാരായണൻ്റെ പരിഹാസ രൂപേണയുള്ള ചോദ്യത്തിന് രാമഭദ്രൻ്റെ മറുപടി: ഇതങ്ങനെയല്ല, ഇതേ കുമളിയ. ഇതൊരു 1.5 കുരുക്ക. കുരുക്കിട്ടിട്ടെങ്ങനെ മുറുകി തുടങ്ങിയോ? ശിവനാരായണൻ ചോദിച്ചു. DGP കടലാസ് SP-ക്ക് വിട്ടിട്ടുണ്ട്. SP നമ്മളുടെ ആളാ. 2 ദിവസത്തിനകം നമ്മുടെ SHO ഫിറോസ് ഹുസൈന് അടുത്തെത്തും. പിന്നെ കളി കാണാം. പോലീസുകാർ കയറിയിറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചട്ടമ്പി അനിയത്തി താനെ പേടിച്ച് നാട് വിട്ട് ഓടിക്കോളും. ഒരു കൈയിൽ മദ്യം നിറച്ച ഗ്ലാസും മറു കൈയിൽ വറുത്ത കോഴിക്കാലും പിടിച്ചിരിക്കുന്ന രാമഭദ്രൻ തലയറിഞ്ഞു ചിരിച്ചു. ഇതേല് സംഗതിയാക്കണം. തെന്മലയിലോട്ട് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക. എത്രയും പെട്ടെന്ന് ചന്ദ്രുനിയിലെ റിസോർട്ട് പൂർത്തിയാക്കണം. വിജയനാരായണൻ അടുത്ത പെഗ് മദ്യം പകർന്നുകൊണ്ട് പറഞ്ഞു. രാമഭദ്രൻ സ്വപ്നങ്ങളുടെ കൂട് തുറന്നിട്ട് കൊടുത്തു. ലക്ഷങ്ങളാ വരാൻ പോണേ. ഭാവിയിൽ അത് കോടികളാ. പക്ഷേ നല്ലപോലെ കാശിറക്കേണ്ടി വരും. അതൊന്നും നിങ്ങളറിയണ്ട. ഒക്കെ ഞാനേറ്റു. നിങ്ങൾ പാർട്ട്നേഴ്സാ. അവസാനം വിട്ട് പാലം വലിക്കാണ്ട് കൂടെ നിന്നാൽ മതി. വിജയനാരായണൻ മദ്യ ഗ്ലാസുമായി ആടിയാടി എഴുന്നേറ്റ് ചെന്ന് അളിയൻ്റെ തോളത്ത് തട്ടി. ഞങ്ങൾ കൂടെ ഉണ്ടളിയ. കൂടുണ്ട്. പശുവും ചത്തു, മുയലിലെ പുളിയും പോയി. ഇനിയും അവകാശം പറഞ്ഞുകൊണ്ട് അവൾ ചട്ടമ്പിക്കോത കയറി വന്ന മോന്തക്കിട്ട് കൊടുക്കും. അതോടെ ജ്യോതിലക്ഷ്മിക്ക് നിയന്ത്രണം വിട്ടു. അവൾ അകത്തേക്ക് പാഞ്ഞു കയറി. കരിങ്കൽ ക്വാറിയിലെ വെടിമരുന്നിന് തീപിടിച്ചതുപോലെ അവൾ പൊട്ടിച്ചിതറി. എൻ്റെ ഭർത്താവിൻ്റെ അണ്ണനായിപ്പോയി. ഇല്ലല്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ ചെയ്തു പോയേനെ. വേനലിൽ ജ്വലിക്കുന്ന അഗ്നിജ്വാലയായി വിറപ്പുണ്ട് നിൽക്കുന്ന ജ്യോതിലക്ഷ്മിയെ നേരിടാൻ പെട്ടെന്നാർക്കും ധൈര്യം കൈവന്നില്ല. അവൾ ഇവിടേക്ക് തള്ളിക്കയറി വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. പറഞ്ഞതെല്ലാം അവൾ കേട്ടിരിക്കുന്നു. കൈവിട്ടുപോയി. അവൾ ആളിപ്പടർന്നു. അന്തസ് വേണം. കുലമഹിമയുള്ളവർക്കേ അന്തസ്സുണ്ടാവൂ. നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ വിമലേട്ടനെ കൊല്ലാൻ കൂട്ടുനിന്നെന്ന നട്ട കുരുക്കത്ത കള്ളപ്പരാതി നിങ്ങൾ കൊടുപ്പിക്കുമായിരുന്നില്ല. ഇനി വിടില്ല. അലർച്ച കേട്ടുകൊണ്ട് അടുക്കളയിൽ പൊരിപ്പും വറുപ്പുമായി നിന്ന ഗൗരി ചേച്ചിയും വിജയനാരായണൻ്റെ ഭാര്യ സുനന്ദയും ശിവനാരായണൻ്റെ ഭാര്യ നിഷയും ഓടി വന്നു. മുകളിലത്തെ നിലയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും എത്തിനോക്കി. വിജയനാരായണൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. വാശിയും വൈരാഗ്യവും മൂത്താൽ ആളുകൾ എന്തും ചെയ്യും. അച്ഛൻ നിഷേധിച്ചത് ഞങ്ങൾ തരാൻ പോണില്ല. പിന്നെ നീ എന്തിനാ വഴക്കും വക്കണവുമായിട്ട് നടക്കുന്നേ? ഇവിടെ ഒരു നിയമമുണ്ട്. മറ്റു മക്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം വിമലേട്ടനും അവകാശമുണ്ട്. അത് കിട്ടണമെന്ന് വിമലേട്ടനും വാശിയുണ്ടായിരുന്നു. വിമലേട്ടൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ ഏതറ്റം വരെയും പോകും. സ്വന്തം സഹോദരൻ്റെ കുടുംബം തകർക്കാൻ കള്ളപ്പരാതി ചമച്ച നിങ്ങളെയൊന്നും വെറുതെ വിടാനും പോണില്ല. ഗൗരി ചേച്ചി അടുത്തെത്തി അവളുടെ തോളത്ത് കൈവച്ചു. പെട്ടെന്ന് ആർക്കും മെരുക്കാൻ കഴിയാത്ത പെണ്ണാണ് ജ്യോതിലക്ഷ്മി. പറയേണ്ടത് പറയേണ്ടിടത്ത് കൃത്യമായി പറയാനുള്ള ജന്മസിദ്ധമായ ഒരു അസാധാരണ ധൈര്യം അവൾക്കുണ്ട്. ഗൗരി അനുനയത്തിൽ പറഞ്ഞു. നമ്മൾ എന്തിനാ ഫൈറ്റ് ചെയ്യുന്ന ജ്യോതി? ഇതങ്ങ് കോംപ്രമൈസ് ആക്കിക്കൂടെ? പകരം ഉറുക്കുന്നിലെ നല്ല 1-ാം തരം
5 ഏക്കർ വസ്തു വാങ്ങിത്തരാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? നീ അങ്ങ് രമ്യതപ്പെട്. കൂടുതൽ വേണമെങ്കിൽ പറ. ചേച്ചി, എനിക്കും മക്കൾക്കും സുഭിക്ഷമായി കഴിയാനുള്ള പണം ഉണ്ടാക്കി വെച്ചിട്ടാ വിമലേട്ടൻ പോയേ. എവിടെയും കുറച്ച് വസ്തുവിന് വേണ്ടിയല്ല. വിമലേട്ടന് പിതൃസ്വത്താ വേണ്ടേ, അത് കിട്ടണം. ഏതറ്റം വരെ പോകും, അത് വാങ്ങിയിരിക്കും. തലയിലെ ഞരമ്പുകളിൽ മദ്യത്തിന്റെ വീര്യം നിറഞ്ഞ ക്ഷിപ്രകോപിയായ രാമഭദ്രൻ ചാടി എണീറ്റു. ജ്യോതിലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടി പാഞ്ഞെടുത്തു. നീ അധികം ഒലത്തണ്ടടി. നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാ. അതൊന്നും നടക്കാൻ പോണില്ല. കിട്ടുന്നേ വാങ്ങി മിണ്ടാണ്ടിരുന്നോണം. അതല്ല വെല്ലുവിളിക്കാനേ ഭാവമെങ്കിൽ നിന്നെ കാണിച്ചു തരാം. അയാൾ ജ്യോതിലക്ഷ്മിയെ കൈവയ്ക്കുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു പോയ ഒരു നിമിഷാർദ്ധം. ശിവനാരായണൻ ഓടിച്ചെന്ന് രാമഭദ്രനെ പിടിച്ചുകൊണ്ടുവന്ന് കസേരയിലിരുത്തി. ജ്യോതിലക്ഷ്മി കലി തുള്ളിക്കൊണ്ട് പുറത്തേക്ക് നടക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. അഭിമാനമുള്ള ഒരു ഭാര്യയെ ഞാൻ. കാശിനെ കുറവുണ്ടായിരുന്നുള്ളൂ. ജനിച്ചത് അന്തസ്സുള്ള വീട്ടിലാ. ജീവനെ പോലെയാ ഞാൻ എൻ്റെ വിമലേട്ടനെ സ്നേഹിച്ചിരുന്നത്. എന്നെ വിമലേട്ടൻ്റെ ഘാതകിയാക്കി അപമാനിച്ചോടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും കരുതിക്കോ. ആരെയും വെറുതെ വിടില്ല. ഗൗരി അവളുടെ പിന്നാലെ ഓടിയെത്തി. വിട്ടുകള കൊച്ചേ, നീ എന്തിനാ വഴക്കിനും വയ്യാവലിക്ക് നിൽക്കണേ? അവർ വാശിമൂത്ത് ഓരോന്ന് ചെയ്യുന്നതാ. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അതുവരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് പിടിച്ചു നിന്ന ജ്യോതിലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി. സഞ്ചാരികളുടെ തിരക്കൊഴിഞ്ഞ തെന്മലയുടെ വീതികൾ ഇപ്പോൾ വിജനം. അങ്ങ് ദൂരെ കാടിനുള്ളിലെ കൊക്കൂൺ ടെന്റുകളിൽ മുരിഞ്ഞു കത്തുന്ന ദീപങ്ങൾ. ജ്യോതിലക്ഷ്മി വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ശിഖയും തൊട്ടടുത്ത വീട്ടിലെ സഹായി ഖദീജ ഉമ്മയും ആദിയോടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളൊന്നും പറയാതെ അകത്ത് കയറി മേശപ്പുറത്തിരുന്ന കൂജ എടുത്ത് കമിഴ്ത്തി വെള്ളം കുടിച്ചു. പിന്നീട് മുൻവശത്തെ ചൂരൽ കസാരയിൽ വന്നിരുന്നിട്ട് മൊബൈലിൽ റോയപ്പേട്ടയിലുള്ള പ്രിയരഞ്ജനെ വിളിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി അവനെ ധരിപ്പിച്ചു. അവർ രണ്ടും കൽപ്പിച്ചാണല്ലോ അമ്മേ. മോനെ, നമ്മൾ കാണുന്ന മുഖങ്ങൾ പലതും ചെകുത്താന്മാരുടേതാ. എന്ത് നികൃഷ്ടത്തരങ്ങൾക്കും അവർക്ക് മടിയില്ല. ഇല്ലേലിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമോ? എന്തായാലും ഇനി പിന്നോട്ടില്ല. ഇനി കാത്തിരിക്കേണ്ട. അവരച്ഛൻ്റെ വസ്തു വിട്ടുതരില്ല. നമുക്കിനി കോടതിയെ ശരണമുള്ളൂ. ഞാൻ അടുത്താഴ്ച വരാമമ്മേ. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യാം. ഖദീജുമ്മ ഒരു ഉപദേശം കൊടുത്തു. ജ്യോതിക്കൊച്ചേ, കേസുമായിട്ടൊക്കെ പോയാൽ ബേജാറാവും. ഉള്ള കാലം മുഴുക്കെ വക്കീലും കോടതിയുമായിട്ടൊക്കെ കയറിയിറങ്ങി നാറാണക്കല്ലാവും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റില്ലേ, ഇവിടെ പാലമുക്കിൽ അവറാച്ചൻ, ഒന്ന് കണ്ടു നോക്കി. അങ്ങേരെ ഇടപെട്ടാൽ അവർ കേൾക്കാണ്ടിരിക്കില്ല. ഖദീജുമ്മ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നില്ല എന്ന് കരുതി പ്രിയരഞ്ജൻ വന്നപ്പോൾ മകനെയും കൂട്ടി ജ്യോതിലക്ഷ്മി പഞ്ചായത്ത് പ്രസിഡന്റ് പാലമുക്കിൽ അവറാച്ചൻ്റെ വീട്ടിലെത്തി. അയാൾ എല്ലാം ക്ഷമയോടെ കേട്ടു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് അയാൾ എല്ലാവരെയും വിളിപ്പിച്ചു. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ രാമഭദ്രൻ എതിർത്തു. അവറാച്ചനെതിരെ ഇടപെടണ്ട. കൊച്ചടയൻ ഒരു കുലംകുത്തിയായിരുന്നു. ധിക്കരിച്ചുകൊണ്ടിറങ്ങിപ്പോയ ആളാ. പിതൃസ്വത്ത് കൊടുക്കില്ല എന്നുള്ള അച്ഛൻ്റെ തീരുമാനമാണ്. രാമഭദ്ര, ഞാൻ ന്യായമേ പറയൂ. നമ്മൾ കണ്ണിറുക്കി അടച്ചോണ്ട് ഇരുട്ടാവത്തില്ല. നിയമം കണ്ണു തുറക്കുന്നിരിക്കുകയല്ലേ. അച്ഛൻ്റെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമുണ്ട്. ഒരു മോന് ഒന്നും കൊടുക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കോടതി സമ്മതിക്കത്തില്ല. കൊടുക്കാൻ പറഞ്ഞ് കോടതി വടിയെടുക്കും. നില മുഴുകുമ്പോൾ തട്ടിമാറ്റിയിട്ട് ഓടിപ്പോകുന്ന കാളയെ നമ്മൾ ഉപേക്ഷിക്കുകയാണോ പതിവ്? പിന്നെയും അതിനെ പിടിച്ചുകൊണ്ടുവന്ന് പുല്ലും കടിയും കൊടുക്കാറില്ലേ? കൊടുക്കത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. വേറെ വസ്തു വില പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ അവൾക്ക് വാശി. അത് നടക്കട്ടെ. ഈ വസ്തു കിട്ടുമെന്ന പൂതി അവൾക്ക് വേണ്ട. അത് നടക്കാൻ പോണില്ല. രാമഭദ്രനും വിജയനാരായണനും ശിവനാരായണനും ഇറങ്ങിപ്പോയി. പാലമുക്കിൽ അവറാച്ചൻ ഉപദേശിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക്. കോടതിയിൽ നിന്ന് നീതി ഉറപ്പാ. പുനലൂർ കോടതിയിലെ മാലൂർ ഗോപിനാഥ പിള്ളയെന്ന പേരുകെട്ട വക്കീലിന് അയാൾ ഒരു ശുപാർശ കത്തും നൽകി. പിറ്റേന്ന് രാവിലെ അവർ ഗോപിനാഥ പിള്ള വക്കീലിൻ്റെ ഓഫീസിലെത്തി. വക്കീൽ കോടതിയിലായിരുന്നതിനാൽ ജ്യോതിലക്ഷ്മിയും പ്രിയരഞ്ജനും പുറത്തെ കസേരയിൽ കാത്തിരുന്നു. അപ്പോഴാണ് മറ്റൊരു കാബിനിൽ നിന്നും സുന്ദരിയായ ഒരു വനിതാ വക്കീൽ അവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നത്. പ്രിയരഞ്ജന് ആദ്യം സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രവിവർമ്മ ചിത്രത്തിൽ രതിഭാവമേ, രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ, സർപ്പസൗന്ദര്യമേ, നിന്നിലൻ പൗരുഷം, സംഗമ പൂവിടർത്തും പ്രേമത്തിൻ കുങ്കുമപ്പൂവിടർത്തും. ആർ.കെ. ദാമോദരൻ എന്ന കവി എഴുതി അർജുൻ മാഷ് ഈണമിട്ട് യേശുദാസ് പാടിയ പ്രണയഗാനം. കാമ്പസുകളിലെ പ്രണയിക്കുന്നവരുടെ ഇഷ്ടഗാനമായി മൂളി നടന്ന ഗാനം. പ്രിയരഞ്ജൻ മാർ ഇവാനിയോസിലെ ചെമ്പരത്തി ചെടികൾക്കിടയിൽ കാമുകിയെ ഒറ്റയ്ക്ക് കാണുമ്പോഴെല്ലാം മൂളിയിരുന്ന ഇഷ്ടഗാനം. തൻ്റെ മുഖത്ത് നോക്കി കൗതുകത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വനിതാ വക്കീലിനെ കണ്ടപാടെ ഹൃദയത്തിൻ്റെ അഗാധതകളിലെവിടെയോ സ്മരണയിൽ അവർ അമർന്നു കിടന്ന ഗാനം ചുണ്ടുകളിലേക്ക് ഇഴഞ്ഞെത്തി. രവിവർമ്മ ചിത്രത്തിൻ്റെ ദിഭാവമേ. പരിഭ്രമത്തോടെ ചാടി എണീക്കുന്നതിനിടയിൽ പ്രിയരഞ്ജൻ അല്പം ചമ്മലോടെ പറഞ്ഞു. അമ്മേ, ഇത് റൂബിയ ജോർജ്. മാർ ഇവാനിയോസിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ, മോടെ വീട് എവിടെയാ? ഇടമണിൽ. ജ്യോതിലക്ഷ്മി വന്ന വിവരം അവളോട് പറഞ്ഞു. വാച്ചിൽ നോക്കിക്കൊണ്ട് റൂബിയെ പറഞ്ഞു. അമ്മ ഇരിക്കേ, സാറിന് ഇന്ന് കേസുണ്ട്. അരമണിക്കൂറിനുള്ളിൽ വരും. എന്നിട്ട് പ്രിയരഞ്ജനെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്കിറങ്ങി. കോമ്പൗണ്ടിലൊരു വലിയ ബദാം മരമുണ്ട്.
അവർ അതിൻ്റെ ചൂട്ടിലേക്ക് മാറി നിന്നു. കുറച്ചകലെ തൂക്കുപാലത്തിൻ്റെ ഉയർന്ന ഗോപുരങ്ങൾ കാണാം. പ്രധാന നിരത്തിൽ വാഹനത്തിരക്ക്. ആശ്ചര്യത്തോടെ പ്രിയരഞ്ജൻ ചോദിച്ചു, എടോ, താൻ വാശി പറഞ്ഞു പണി പറ്റിച്ചല്ലേ? താൻ വക്കീലായി എത്രയോ കാലമായി. നീ എന്താ കരുതിയേ ഞാൻ തമാശ പറഞ്ഞതാണെന്നോ? ഞാനിപ്പോൾ അഡ്വക്കേറ്റ് ഗോപിനാഥ പിള്ള സാറിൻ്റെ ടീമിലെ നമ്പർ 1 വക്കീലാ. അഭിമാനത്തോടെ പറഞ്ഞ ശേഷം അവളൊന്ന് മൂളി. രവിവർമ്മ ചിത്രത്തിൻ്റെ ദിഭാവമേ. ചമ്മലോടെ പ്രിയരഞ്ജൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ പ്രേമലേഖനങ്ങളെല്ലാം ഇപ്പോഴും ഞാൻ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഠിച്ച് വക്കീലാവണമെന്ന വാശിയിൽ നിന്റെ പ്രേമത്തെ ഹൃദയത്തിലും ഒളിപ്പിച്ചു വെച്ചു. മാർ ഇവാനിയോസിൻ്റെ കാൽപ്പനികത തുളുമ്പുന്ന അങ്കണത്തിൽ റൂബിയോയുടെ ഭ്രാന്തമായ പ്രണയമായിരുന്നു. അന്ധമായ ആരാധനയായിരുന്നു. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും പ്രോത്സാഹനം തരാതെ പരീക്ഷ കഴിഞ്ഞ് നിശബ്ദം അവൾ കാമ്പസ് വിട്ടുപോയി. അന്നൊരുപാട് വിഷമിച്ചു, സങ്കടപ്പെട്ടു. പരാജയപ്പെട്ട വൺവേ പ്രേമം. കാമ്പസ് ജീവിതം ഓർത്തെടുത്തുകൊണ്ട് റൂബിയ പറഞ്ഞു, പേരെടുത്ത ഒരു അഡ്വക്കേറ്റ് ആവുകയെന്ന അംബീഷനായിരുന്നു എൻ്റെ ഭ്രാന്ത്. മറ്റൊന്നിലും മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. മുന്നോട്ട് മാത്രം നോക്കി ഒരു യാത്ര. അത് പൂർത്തിയായി. മാപ്പ് പറയാൻ മടിക്കരുതെന്ന് അന്നേ തീരുമാനിച്ചിരുന്നു. എന്നിട്ടൊരു കള്ളച്ചിരിയോടെ അവൾ തുടർന്നു, ഇടയ്ക്കൊക്കെ നിന്റെ പ്രേമലേഖനങ്ങളെടുത്ത് വായിച്ചു നോക്കാറുണ്ട്. എന്നാ ഭാഷ, എന്നാ സാഹിത്യം. ഞാൻ കരുതിയ നീ വലിയ വലിയ എഴുത്തുകാരനായി കാണുമെന്ന. അഡ്വക്കേറ്റ് മാലൂർ ഗോപിനാഥ പിള്ള റോഡിറങ്ങി വരുന്നത് കണ്ട് റൂബിയെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. തൊട്ടടുത്താണ് കോടതി. എല്ലാം കേട്ടുകഴിഞ്ഞ് കേസ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം റൂബിയ ജോർജിനെ തന്നെ ഏൽപ്പിച്ചു. വിഷമത്തോടെ മുറിവിട്ടിറങ്ങുമ്പോൾ ജ്യോതിലക്ഷ്മിയോട് അവൾ പറഞ്ഞു, ഈ കേസ് നമ്മൾ ജയിക്കും കേട്ടോ, വിഷമിക്കേണ്ട. ഹർജി തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനുള്ള രേഖകളെല്ലാം അവരിൽ നിന്ന് റൂബിയ ജോർജ് വാങ്ങിവെച്ചു. പിന്നീട് ഒന്നിച്ചു പോയി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ചായ കുടിച്ചിട്ടാണ് അവരെ വിട്ടത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജ്യോതിലക്ഷ്മിക്ക് ASP സോജൻ റോയിയുടെ ഫോൺ വന്നു. വിമൽ നാരായണൻ്റെ ബൈക്ക് ആക്സിഡൻറ്റ് കേസ് ഞാൻ തന്നെ നേരിട്ട് അന്വേഷിക്കാൻ റേഞ്ച് IG അരവിന്ദ് പാലോട് അനുവാദം തന്നിട്ടുണ്ട്. പരാതി എത്രയും പെട്ടെന്ന് SHO ഫിറോസ് ഹുസൈന് കൈമാറണമെന്നും പറഞ്ഞ് IG മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വിശദീകരിച്ചു. 2-3 പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടങ്ങുന്ന ഒരു SIT ആയിരിക്കും അന്വേഷിക്കുക. അവർ വിശദമായ മൊഴിയെടുക്കാൻ വീട്ടിൽ വരും. ഒരിക്കൽ പോലീസ് അന്വേഷിച്ച് അവസാനിപ്പിച്ച ഒരു കേസ് പുനരന്വേഷിക്കണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം. അതുകൊണ്ട് പരാതിയിൽ കഴമ്പുണ്ടോ എന്ന പ്രാഥമിക അന്വേഷണവും നടക്കുക. ASP സോജൻ റോയ് പറഞ്ഞിരുന്ന പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്ര ജ്യോതിലക്ഷ്മിയുടെ മൊഴിയെടുക്കാനെത്തി. ടീമിൽ ഉൾപ്പെടുത്തിയിരുന്ന സേനയിലെ കുറ്റാന്വേഷണ വിദഗ്ധനും കമാൻഡോയുടെ ഷാജിർ ഖാനും ഒപ്പമുണ്ടായിരുന്നു. കേസ് തൻ്റെ കൈകളിലേക്ക് എത്തുകയില്ലെന്ന് SHO ഫിറോസ് ഹുസൈന് മനസ്സിലായി. ആ വിവരം അയാൾ രാമഭദ്രനെ അറിയിച്ചു. അതോടെ ചില ഉരുൾപൊട്ടലുകളുണ്ടായി. കണക്കുകൂട്ടലുകൾ തെറ്റുകയാണോ? പരാതി ഫിറോസ് ഹുസൈൻ്റെ കൈകളിലെത്തുമെന്നും അയാളത് വേണ്ടവിധം കൈകാര്യം ചെയ്തുകൊള്ളുമെന്ന ഉറപ്പിലാണ് ഇറങ്ങിയത്. ASP സോജൻ റോയ് ഒരു ഒറ്റയാനാണ്. അസ്ഥിവാരം വരെ അയാൾ തോണ്ടിയിറങ്ങും. വെളുക്കാൻ തെച്ചത് പാണ്ടാകാനിടയുണ്ട്. ബ്രീഫ് കേസിൽ നോട്ടുകെട്ടുകൾ നിറച്ച് പരാതി നൽകിയ തൻ്റെ ശിങ്കിടികളായ 4-5 ആക്ഷൻ കൗൺസിലുകാരെയും കൂട്ടി രാമഭദ്രൻ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്തെത്തി. സബ് ഇൻസ്പെക്ടർ പ്രഫുൽ ചന്ദ്ര ജ്യോതിലക്ഷ്മിയുടെ മൊഴിയെടുക്കുന്നതിനിടെ സ്ഥലത്തെ SHO എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫിറോസ് ഹുസൈൻ കയറി വന്നു. അവളെ ഭയപ്പെടുത്താനും അപമാനിക്കാനുമുള്ള സംസാരം ഫിറോസ് ഹുസൈൻ തുടർന്നതോടെ പ്രഫുൽ ചന്ദ്രയുടെ നെറ്റി ചുളഞ്ഞു. തൻ്റെ മേലുദ്യോഗസ്ഥനാണ്. പക്ഷേ ASP നേരിട്ട് അന്വേഷിക്കുന്ന ഈ കേസിൽ ഇടപെടാൻ അയാൾക്ക് അധികാരമില്ല. ആ വിവരം ASP സോജൻ റോയിയുടെ കാതുകളിലെത്തി. ഫിറോസ് ഹുസൈനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ആവശ്യപ്പെടാതെ മേലാൽ ഈ കേസിൽ ഇടപെടരുതെന്ന് താക്കീതും നൽകി. ഒരു ദിവസം വൈകുന്നേരം സോജൻ റോയ് പ്രഫുൽ ചന്ദ്രയെയും ഷാജിർ ഖാനെയും കൂട്ടിക്കൊണ്ട് വിമൽ നാരായണൻ്റെ ബൈക്ക് അപകടം നടന്ന 13 കണ്ണറ പാലത്തിനടുത്തുള്ള കൊടുവളവിലെത്തി. റോഡിനപ്പുറം കുറ്റിക്കാടുകൾ നിറഞ്ഞ കുഴികളാണ്. അപകടം നടന്നിട്ട് 2-3 വർഷമാകുന്നു. പിന്നീടും എത്രയോ അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും. ഈ കുന്നുകളിൽ നിന്നും കുഴികളിൽ നിന്നും എത്രയോ വെള്ളം കഴുതിരുട്ടിപ്പുഴയിലേക്ക് ഒഴുകി ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങു താഴെ കഴുതിരുട്ടിപ്പുഴ നിറഞ്ഞൊഴുകുന്നു. എങ്കിലും ഒരു ത്രില്ല്. സോജൻ റോയ് ശക്തിയേറിയ ടോർച്ച് തെളിച്ചുകൊണ്ട് കുറ്റിക്കാടുകൾക്കിടയിലൂടെ താഴേക്കിറങ്ങി. പ്രഫുൽ ചന്ദ്രയും ഷാജിർ ഖാനും അനുഗമിച്ചു. സൂക്ഷ്മനേത്രങ്ങളോടെ കൊക്ക മുഴുവൻ അവർ അരിച്ചു പെറുക്കി. പൊട്ടിക്കേറിയ ടയറുകൾ, ചിതറിയ ഗ്ലാസ് കഷ്ണങ്ങൾ, ഇരുമ്പിൻ്റെ തുണ്ടുകൾ. പരിശോധന കഴിഞ്ഞു കയറുമ്പോൾ ഒരു സാധനം സോജൻ റോയ്ക്ക് ലഭിച്ചു. ഒരു ഒടിഞ്ഞ സൈഡ് വ്യൂ മിറർ. അയാളത് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു വൃത്തിയാക്കി പരിശോധിക്കുന്നത് കണ്ടപ്പോൾ പ്രഫുൽ ചന്ദ്രയ്ക്ക് ചിരി വന്നു. തിരികെ ഓഫീസിലെത്തിയപ്പോൾ ഏതോ വാഹനത്തിൽ നിന്നും ഇടിച്ചു തെറിച്ച ആ സൈഡ് വ്യൂ മിറർ പ്രഫുൽ ചന്ദ്രയെ ഏൽപ്പിച്ചുകൊണ്ട് സോജൻ റോയ് പറഞ്ഞു, 2 കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുക. നാളെ തന്നെ വേണം. യെസ് സർ. 1. തിരുനെൽവേലിയിൽ പോയി വിമൽ നാരായണൻ്റെ ബിസിനസ് പാർട്ണറായിരുന്ന തേനി കതിരേശിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കണം. പിന്നീട് അയാളുടെ മൊഴിയെടുക്കണം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും വലിയ വർക്ക്ഷോപ്പിൽ കയറി
ഈ സൈഡ് വ്യൂ മിറർ ഏത് വാഹനത്തിൻ്റെതാണെന്ന് കണ്ടുപിടിക്കണം. വർക്ക്ഷോപ്പുകൾക്ക് പറയാൻ പറ്റും. അതിൽ പാർട്സ് നമ്പറുണ്ട്. അത് വെച്ച് ഏത് മോഡൽ വാഹനത്തിൻ്റെതാണെന്ന് കൃത്യമായി അവർക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ സാർ. പ്രഫുൽ ചന്ദ്ര മിറർ വാങ്ങിക്കൊണ്ട് പുറത്തുപോയി. അഡ്വക്കേറ്റ് റൂബിയ ജോർജ് ആവശ്യപ്പെട്ട കൂടുതൽ രേഖകൾ കൊണ്ടു കൊടുക്കുന്നതിന് പ്രിയരഞ്ജൻ അടുത്ത ദിവസം രാവിലെ പുറപ്പെട്ടു. അതിനു മുമ്പ് അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഒരു റീത്തിങ് നല്ലതല്ലേ? കേസും വഴക്കുമൊക്കെയായി ഇറങ്ങിയ പിന്നെ പുലിവാല് പിടിച്ച പോലാവും. അറിയാലോ രാമഭദ്രമാമനെ, കുതന്ത്രങ്ങളുടെ ആശാന, സകലയിടത്തും പിടിപ്പാടാ. അങ്ങനെയുള്ള ഒരാളോട് ആരും സഹായിക്കാനില്ലാത്ത നമുക്ക് പൊരുതി ജയിക്കാൻ പറ്റുമോ? നമ്മളെ സഹായിക്കാൻ ഈശ്വരനില്ലേ? സോജൻ റോയിയെ അയച്ച ഈശ്വരനല്ലേ? സ്വത്തും പണമൊന്നല്ലല്ലോ അമ്മേ വലുത്, മനസമാധാനമല്ലേ? അമ്മയെ ഞാൻ ചെന്നൈക്ക് കൊണ്ടുപോകാം. വൈകാതെ എനിക്ക് ക്വാർട്ടേഴ്സ് കിട്ടും. സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലല്ലോ മക്കളെ. നിന്റെ അച്ഛൻ്റെ ആത്മാവിന് നീതി കിട്ടണം. ഒരു മകനെന്ന നിലയിലുള്ള അംഗീകാരം സ്ഥാപിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ കൂടി ആവശ്യമാണ്. അവരെന്താ ചെയ്തിരിക്കുന്നത്? ജീവനെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ കൂട്ടുപ്രതിയാക്കി എന്നെ അപമാനിച്ചിരിക്കുക. എത്ര മ്ലേച്ഛമാണത്! എത്ര കുളിച്ചാലും എത്ര സോപ്പ് തേച്ചാലും അതിൻ്റെ ദുർഗന്ധം പോകുമോ? ഇങ്ങനൊരു പേരുദോഷം കൊണ്ട് ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതല്ലേ? ജ്യോതിലക്ഷ്മി വല്ലാതെ കിതച്ചു. പ്രിയരഞ്ജനടുത്തെത്തി അമ്മയെ ചേർത്തണച്ചു. കൂൾ ഡൗൺ അമ്മ, കൂൾ ഡൗൺ. നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ അച്ഛൻ്റെ അഭിമാനവും അന്തസ്സുമാണ് ഞങ്ങൾക്കും വലുത്. ഒടുവിൽ സത്യമേ ജയിക്കൂ പ്രിയ. അതിനു വേണ്ടിയാ സോജൻ റോയിയെ ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് അയച്ചത്. പ്രിയരഞ്ജനെ കണ്ടയുടനെ റൂബിയ പരിഭവം പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം പിറ്റേന്ന് തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് 3-4 ദിവസമായല്ലോ. ഞാൻ കരുതി ഇനി എന്നെ ഇവിടെ കണ്ടതുകൊണ്ട് വേറെ വല്ല വക്കീലിനെ തിരക്കി പോയോന്ന്. നെവർ. ഒരു റീതിങ്ക് ചെയ്യാൻ ഞങ്ങൾ അമ്മയെ നിർബന്ധിച്ചു. ഞാൻ അറിഞ്ഞു. ഞാൻ അമ്മയുമായി ഫോണിൽ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. വിശദമായി അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. ശരിയല്ലേ പ്രിയ? അഭിമാനമല്ലേ വലുത്? അവകാശം പണം വെക്കുന്നിടത്ത് അഭിമാനമില്ലാതാകും. നിങ്ങൾ അമ്മയെ സപ്പോർട്ട് ചെയ്യണം. ഒന്നും പേടിക്കണ്ട. ഇനി ഞങ്ങളൊക്കെ ഒപ്പമില്ലേ? ഉണ്ട് പ്രിയ, ഉറപ്പിച്ചോളൂ, ഒപ്പമുണ്ട്. റൂബിയയുടെ കാബിനിൽ അവർ തനിച്ചായിരുന്നു. ചുറുചുറുക്കുള്ള അവളുടെ ചിരി തൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസത്തിൻ്റെ പുതിയൊരു ഊർജ്ജം പകരുന്നതുപോലെ മേശപ്പുറത്തിരുന്ന അവൻ്റെ കരങ്ങളെ റൂബിയ കൈകൊണ്ട് പൊതിഞ്ഞു. പെട്ടെന്ന് ഷോക്കേറ്റതുപോലെ അവൻ കൈവലിച്ചെടുക്കാൻ തുനിഞ്ഞെങ്കിലും റൂബിയെ വിട്ടില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യമാ, ഒരു ദിവസം നീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അംബീഷനോടുള്ള ആവേശം മൂത്ത് നിന്നോടൊരു നല്ല വാക്ക് പോലും പറയാതെ കാമ്പസിൽ നിന്ന് കടന്നു കളഞ്ഞതിൻ്റെ കുറ്റബോധം എപ്പോഴും എന്നെ വേട്ടയാടിയിരുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ എൻ്റേതായ ഒരു വഴി മനസ്സിലുറപ്പിച്ചിട്ടുണ്ട്. ചില ബന്ധങ്ങൾ അങ്ങനെയാ, എപ്പോഴും കാണുമ്പോഴല്ല, കാണാതിരിക്കുമ്പോഴാണ് ദൃഢമാകുന്നത്. പ്രിയരഞ്ജൻ എഴുന്നേറ്റു, ഒന്ന് ചിരിച്ചു. ഉള്ളടക്കം തിരിച്ചറിയാനാകാത്ത ചിരി. എന്നിട്ട് വേഗം വെളിയിലേക്ക് നടന്നു. രാത്രിയിൽ പ്രിയരഞ്ജൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വന്നു. ഹായ്, നീ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ടോ? യെസ്. ഒരു വെളുത്ത ചിത്രശലഭത്തെ. മെസ്സേജ് അയച്ച റൂബിയയുടെ DP ഒരു വെളുത്ത ചിത്രശലഭമായിരുന്നു. സ്മൈലി ഇമോജി മറുപടി വന്നു. അവൻ ചോദിച്ചു, വക്കീൽ സ്വപ്നം കാണാറുണ്ടോ? അവളുടെ മറുപടി കലിത്തുള്ളുന്ന ഇമോജി. എന്നെ വക്കീലെന്ന് വിളിക്കണ്ട. വക്കീലിനെ പിന്നെ വക്കീലെന്നല്ലാതെ ഡോക്ടറെന്ന് വിളിക്കാൻ പറ്റുമോ? നീ എന്നെ പഴയ പോലെ റൂബിയ എന്ന് വിളിച്ചാൽ മതി. വേണമെങ്കിൽ മോളെ എന്ന് കൂടി ചേർത്തോ. ഒപ്പം തലകുത്തി മറിയുന്ന ഇമോജിയും. പ്രിയരഞ്ജൻ മറുപടിയായി തംസപ്പ് ഇമോജി അയച്ചു. അപ്പോഴതാ വരുന്നു കുറേയധികം ലവ് ഇമോജികൾ. ഗുഡ് നൈറ്റ് പറഞ്ഞ് പ്രിയരഞ്ജൻ ചാറ്റ് അവസാനിപ്പിച്ചു. ഇരുട്ടിൽ കണ്ണു തുറന്ന് കിടക്കുമ്പോൾ പ്രേമവും ആരാധനയും സ്വപ്നങ്ങളും പാഠപുസ്തകങ്ങളോടൊപ്പം നെഞ്ചിനോട് ചേർത്ത് കാൽപ്പനികതയുടെ മനോഹാരിത നിറഞ്ഞ മാർ ഇവാനിയോസിൻ്റെ അങ്കണത്തിലെ വാഗപ്പൂ മരങ്ങൾക്കിടയിലേക്ക് പ്രിയരഞ്ജൻ മെല്ലെ നടന്നെത്തി. അറിയാതെ മൂളിപ്പോയ ഒരീണം. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ, രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ. ഉടനെ ഫോണെടുത്ത് യൂട്യൂബിൽ പരതി. ദാസേട്ടൻ തകർത്തു പാടി. അവൻ ആ പാട്ടിൻ്റെ ചിറകുകളിൽ പറന്നുയർന്നു. പിന്നെ ഉറങ്ങി. നിദ്രയിലുടനീളം വെളുത്ത ചിത്രശലഭങ്ങൾ പറന്നു നടന്നു. എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. സഫലമാകുന്നിടത്ത് പ്രണയം തീരുന്നു. സഫലമാകാത്ത പ്രണയങ്ങളൊക്കെ ആയുസ്സുള്ളൂ. ഓഫീസിൽ തിരക്കേറിയ ജോലികളിൽ വ്യാപൃതനായിരുന്നു ASP സോജൻ റോയ്. അപ്പോഴാണ് റേഞ്ച് AG അരവിന്ദ് പാലോടിൻ്റെ വിളിയെത്തുന്നത്. എന്താടോ സോജ ഇത്? എനിക്കിവിടെ ഇരിക്കപ്പുറതിയില്ല. തന്നെ അടിയന്തരമായി സ്ഥലം മാറ്റിയിട്ട് ബൈക്ക് ആക്സിഡൻറ്റ് പുനരന്വേഷണം SHO ഫിറോസ് ഹുസൈനെ ഏൽപ്പിക്കണമെന്ന്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മാത്രമല്ല, മന്ത്രിയുടെ സെക്രട്ടറിയും MLAയും എല്ലാം വിളിക്കുന്നു. സോജൻ റോയ് ചിരിച്ചു. സാർ, ഇത് പ്രതീക്ഷിച്ചതാ. പുറത്ത് തീയൊന്ന് പുകഞ്ഞതേയുള്ളൂ. മാളങ്ങൾക്കുള്ളിൽ പരാക്രമം തുടങ്ങി. A to Z കാര്യങ്ങൾ വിശദമായി ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാണ്. ഒരു SHO വിചാരിച്ച ഏതോ നിരപരാധിയെയും കുരുക്കാം. ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പോലീസുകാരന് തെളിവുണ്ടാക്കുന്നതൊക്കെ നിസ്സാരമാണ്. അവിടെ ഒരു വലിയ അപകടമുണ്ട്. സത്യം പച്ചയ്ക്ക് ക്രൂശിക്കപ്പെടും. പ്രഷർ താങ്ങാൻ വയ്യടോ. എന്ത് വേണമെന്ന് സാറിന് തീരുമാനമെടുക്കാം. ഞാനതങ്ങ് അനുസരിക്കും. തൽക്കാലം താൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുക. തന്നെ എനിക്ക് വിശ്വാസമാണ്.
സത്യത്തിൻ്റെ കഴുത്ത് ഞെരിക്കാനും നിരപരാധികൾ ക്രൂശിക്കപ്പെടാനും ഞാൻ കൂട്ടുനിൽക്കില്ല. ഇക്കാര്യവുമായി ഞാൻ DGPയെ കാണാൻ പോവാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് ദുരൂഹതകൾ കാണുന്നു. ഒന്നൊന്നായി അഴിച്ചെടുക്കണം. യു മേ പ്രൊസീഡ്. ഫോൺ വച്ച് കഴിഞ്ഞപ്പോൾ സോജൻ റോയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം കൈവന്നു. എതിരാളികളുടെ കുതന്ത്രങ്ങളെ മറുതന്ത്രങ്ങൾ കൊണ്ട് സമർത്ഥമായി നേരിടുകയെന്ന തൻ്റെ സ്വന്തം തന്ത്രം ഇവിടെയും ശക്തമായി വിനിയോഗിക്കേണ്ടി വരും. ഒരാഴ്ചയ്ക്ക് ശേഷം പ്രിയരഞ്ജൻ റോയപ്പേട്ടയിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി. കേസിൻ്റെ കാര്യങ്ങളെല്ലാം റൂബിയ ജോർജ് സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റൂബിയയുടെ ഫോൺ വന്നു. സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി കേസ് എത്തിയിട്ടുണ്ട്. പിന്നെ വക്കീൽ ഗോപിനാഥൻ സാർ പറഞ്ഞത് തർക്ക വസ്തുവിൽ ആരും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങി വയ്ക്കുന്നത് നല്ലതാണെന്ന്. നിങ്ങളുടെ മാമനും വല്യച്ഛനും ചേർന്ന് ശെന്തുരുണിയിലെ വസ്തുവിൽ റിസോർട്ട് പണിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രിയൻ്റെ അമ്മ അക്കാര്യത്തിൽ ഒത്തിരി കൺസേണാണ്. ഡു വാട്ട് എവർ യു വാണ്ട്. എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ച് കയറുക തന്നെ. ഈ കേസ് നമ്മൾ ജയിക്കും. നീ ടെൻഷനൊന്നും അടിക്കണ്ട. വലിയ വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ന്യൂസ്. അടുത്ത മാസം താമ്പരത്ത് വെച്ച് ബാർ കൗൺസിലിൻ്റെ ഒരു വർക്ക്ഷോപ്പുണ്ട്. 2 ദിവസം വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരും. ഒരു ദിവസം നിൻ്റെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കണം. എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. ഇങ്ങോട്ടൊന്നും വന്നേക്കല്ലേ. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവളുടെ മറുപടി. റൂബിയയുടെ ഒരു തമാശയായി കരുതി പ്രിയരഞ്ജൻ അത് മറന്നു. 1 മാസത്തോളമായിട്ടുണ്ടാവും. ഒരു ദിവസം രാവിലെ സ്റ്റോറിൽ ജോലികളുടെ തിരക്കിൽ നിൽക്കുമ്പോൾ ഗേറ്റിലെ സെക്യൂരിറ്റിയുടെ ഒരു ഫോൺ. ഒരു ലേഡി സാറിനെ കാണാൻ വന്നിരിക്കുന്നു. അകത്തേക്ക് കയറ്റി വരണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. സാറിങ്ങോട്ടൊന്ന് വരണം. പ്രിയരഞ്ജൻ്റെ നെറ്റി ചുളിഞ്ഞു. ആരാണത്? ഗേറ്റിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഫാക്ടറി കെട്ടിടം. ആർമിയുമായി ബന്ധപ്പെട്ട ഫാക്ടറിയാണ്. അതുകൊണ്ട് ഉള്ളിലേക്ക് ആരെയും കയറ്റി വിടുകയില്ല. പ്രിയരഞ്ജൻ ഓടിക്കതച്ചെത്തി. ബാഗും തൂക്കി ചിരിച്ചു നിൽക്കുന്ന റൂബിയ. റൂബിയ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ പറഞ്ഞിരുന്നില്ലേ വർക്ക്ഷോപ്പിൻ്റെ കാര്യം. അത് ഇന്ന് രാവിലെ കഴിഞ്ഞു. പിന്നെ ഊബർ വിളിച്ചു, അഡ്രസ്സ് കൊടുത്തു. അവർ ഇവിടെ കൊണ്ടാക്കി. തിരിച്ചു പോകണില്ലേ? തിരിച്ചു പോണേലേ മീനാമ്പക്കത്തെ എയർപോർട്ടിലേക്ക് പോയാൽ പോരായിരുന്നോ? നിൻ്റെ അടുത്തേക്ക് വരണമായിരുന്നോ? നീ പെട്ടുമോനെ. ഇന്ന് സ്റ്റേ നിൻ്റെ കൂടെ. പ്രിയരഞ്ജൻ കണ്ണു തള്ളി അവളെ തുറച്ചു നോക്കി. അവൾക്കൊരു കൂസലുമില്ല. അവൾ അക്ഷമയോട് പറഞ്ഞു. വിശന്ന വയറ് കരിഞ്ഞ് മണം വരുന്നു. വാ വാ, എവിടെയും പോയി ഊണ് കഴിക്കണം. പുലിവാലി പിടിച്ച മട്ടായി പ്രിയരഞ്ജന്. വേറെ നിവൃത്തിയില്ലാതെ ഹാഫ് ഡേ ലീവ് എടുത്തു. ഓട്ടോയിൽ അവളെയും കൂട്ടി സിറ്റിയിലെ ഗാർഡൻ റൂഫ് റെസ്റ്റോറൻറ്റിലെത്തി ലഞ്ച് കഴിച്ചു. ഊണ് കഴിച്ചിറങ്ങുമ്പോൾ പ്രിയരഞ്ജൻ പറഞ്ഞു, അടുത്തൊരു വിമൻസ് ഹോസ്റ്റലുണ്ട്. ഞങ്ങളുടെ ലേഡി സ്റ്റാഫൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ പ്രിയ, ഞാൻ ഈ കോൺഫറൻസിന് വന്നത് തന്നെ നിൻ്റെ കൂടെ കുറച്ച് സമയം കഴിയാനാ. എന്നെ ഒഴിവാക്കാനാ നോക്കണേലേ ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊള്ളാം. അവൾ മൊബൈലെടുത്ത് ഊബറിൻ്റെ ആപ്പ് തുറന്നു. ഞാനൊരു തമിഴ് ഫാമിലിയുടെ പേയിങ് ഗസ്റ്റായിട്ടാണ് താമസിക്കുന്നത്. അവിടെ താമസിക്കാനൊന്നും സൗകര്യമില്ല. തന്നെയുമല്ല അത് ശരിയല്ല. ഉള്ള സൗകര്യങ്ങളൊക്കെ മതി. പിന്നെ ശരിയോ തെറ്റോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നതിൽ വീഴട്ടെ. ഞാൻ അങ്ങ് സഹിച്ചു. പ്രിയരഞ്ജൻ ധർമ്മസങ്കടത്തിലായി. വേറെ പോകാൻ വഴിയില്ലാതെ വീണ്ടും ഓട്ടോ വിളിച്ച് റൂബിയയോടൊപ്പം താമസ സ്ഥലത്തെത്തി. ഗോവണി കയറി മുകൾ നിലയിലേക്ക് പോകും മുമ്പ് പെട്ടെന്ന് സഹോദരി നാട്ടിൽ നിന്നും ഒരു ഇൻ്റർവ്യൂവിന് വന്നെന്ന് വീട്ടുകാരോട് കള്ളം പറഞ്ഞു. അന്ന് അവളെ ഒപ്പം താമസിപ്പിക്കാനുള്ള അനുവാദം വാങ്ങി. വൈകുന്നേരം അവർ റോയപ്പേട്ട ബീച്ചിലെത്തി കറങ്ങി നടന്നു. പഠിച്ചിരുന്ന കാലത്തെ പതുങ്ങിയല്ലിപ്പോൾ റൂബിയ. ഓരോ ചലനത്തിലും അമിതമായ ആത്മവിശ്വാസം, തൻ്റെ ഇടം, പ്രസരിപ്പ്. പ്രദോഷം കൈയടക്കി തുടങ്ങുന്ന പടിഞ്ഞാറേ മാനത്തിൻ്റെ ചെരുവുകളിൽ ചെഞ്ചായം പുരണ്ടു കിടക്കുന്ന അസ്തമന സൂര്യനെ നോക്കി അവർ അലസം നടന്നു. നഷ്ടപ്രണയത്തിൻ്റെ പശ്ചാത്താപം പോലെ അവനോടൊട്ടി നടക്കാൻ റൂബിയ ശ്രമിച്ചു. പ്രിയരഞ്ജൻ്റെ ഉള്ളിലും പ്രേമത്തിൻ്റെ പൊങ്കാല ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരുന്നു. ഹൃദയത്തിലൊരു റോസപ്പൂവും ചുണ്ടിലൊരു പ്രേമഗാനവും ചേർന്ന് നടക്കാനൊരു പ്രണയിനിയുമുണ്ടെങ്കിൽ ജീവിതം സുന്ദരം, സുരഭിലം. മുന്തിയ റെസ്റ്റോറൻറ്റിലെ കാൻഡിൽ ലൈറ്റ് ഡിന്നറും കഴിച്ച് ഏറെ വൈകിയാണ് അവർ താമസ സ്ഥലത്ത് മടങ്ങിയെത്തിയത്. റൂബിയെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിക്കാൻ കഴിയാതെ പോയതെല്ലാം ഒന്നിച്ച് പറഞ്ഞു തീർക്കണമെന്ന വാശിയോടെയായിരുന്നു അവളുടെ സംസാരം. ഒരു നല്ല കേൾവിക്കാരനായി അവൻ ഇരുന്നു കൊടുത്തു. ഒരു മുറിയും ഒരു കട്ടിലും മാത്രം. ഉറങ്ങാൻ നേരമായപ്പോൾ ഒരു ബെഡ്ഷീറ്റും തലയിണയും എടുത്ത് വെളിയിലേക്കിറങ്ങിയ പ്രിയരഞ്ജനെ അവൾ തടഞ്ഞു. ബെഡ്ഷീറ്റും തലയിണയും അവൾ പിടിച്ചു വാങ്ങി. ഈ ബെഡ് പ്രിയൻ്റേതാ. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. അവൾ സ്നേഹപൂർവ്വം ബെഡ്ഷീറ്റ് പിടിച്ചു വാങ്ങി നിലത്ത് വിരിച്ചു. നോ റൂബിയ, നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ. അത് ശരിയാവില്ല. എന്നെ പ്രിയനെ ശരിക്കും അറിയാത്തോണ്ടാ അങ്ങനെ തോന്നുന്നേ. എനിക്ക് പോകാവുന്ന തെറ്റിൻ്റെ പരിധി എനിക്ക് നന്നേ ബോധ്യമുണ്ട്. പ്രിയൻ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. പ്രിയരഞ്ജൻ വിസ്മയത്തോടെ അവളെ നോക്കി നിന്നു. അവളുടെ ചിരി ഇത്ര മനോഹരമായി ഇതിനു മുമ്പൊരിക്കലും തോന്നിയിട്ടില്ല. ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും മനോഹരമായത് അവളുടെ ചിരിയാണ്. അവൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് റൂബിയ ചേർന്ന് നിന്നു. അവളുടെ തപ്തമായ ശ്വാസോച്ഛ്വാസം പ്രിയരഞ്ജൻ്റെ നെഞ്ചിൽ തട്ടി. വിയർപ്പിലും പിരിമുറുക്കത്തിലും നനഞ്ഞ അവൻ്റെ രോമാവൃതമായ നെഞ്ചിലൂടെ അവളുടെ പോളിഷ്ട നീണ്ട വിരലുകൾ ഓടി. ഹൃദയരാഗങ്ങൾ ക്രമം വിട്ട് തുടിക്കുന്നത് സ്പർശിച്ചറിഞ്ഞു.
അവൻ്റെ നെഞ്ചിൽ റൂബിയ അമർത്തി ചുംബിച്ചു. ഒന്നല്ല, 2 വട്ടം. പിന്നീട് ഒരു കള്ളച്ചിരിയോടെ അവനെ ഉന്തിത്തള്ളി ബെഡിൽ കൊണ്ട് കിടത്തി. ബെഡ്ഷീറ്റ് എടുത്ത് അവനെ പുതപ്പിച്ചു. അവൾ ചെവിയിൽ മന്ത്രിച്ചു. നമ്മുടെ പരിധി ഇവിടെ വരെ. ഇനി സുഖമായി ഉറങ്ങൂ. ഗുഡ് നൈറ്റ്. വിളക്ക് കൊളുത്തിയിട്ട് അവൾ തറയിലെ ബെഡ്ഷീറ്റിൽ കിടന്നു. റോയപ്പേട്ടയിലെ ബീച്ചിൽ നിറഞ്ഞൊഴുകി വരുന്ന തണുത്ത കാറ്റ് ശാന്തരാവിൻ്റെ അതിരുകളില്ലാത്ത ആകാശങ്ങളുടെ ഒരേ സ്വപ്നങ്ങളുടെ മേഘച്ചിറകുകളിൽ പരസ്പര ഹൃദയങ്ങൾ കോർത്തു പറന്നിറങ്ങി. പിറ്റേന്ന് രാവിലെ മീനമ്പാക്കത്തെ വിമാനത്താവളത്തിൽ നിന്നും റൂബിയ കയറിയ വിമാനം പറന്നുയരുമ്പോൾ പ്രിയരഞ്ജൻ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടബോധം അനുഭവിച്ചു. ഉച്ചയുറക്കത്തിലെ പകൽ കിനാവ് പോലെ കഴിഞ്ഞുപോയ ഒരു ദിവസം. തെന്മലയിലെ തടാകങ്ങൾക്ക് മുകളിൽ കോടമഞ്ഞിറങ്ങുന്ന തണുപ്പുകാലം. ചെന്തുരുണിയിലെ വാസ്തുവിൽ തകൃതിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ജ്യോതിലക്ഷ്മി ഖദീജ ഉമ്മയെയും കൂട്ടി പാഞ്ഞെത്തി. ഖദീജ ഉമ്മയുടെ മകൻ ബഷീർ പരപ്പാറിലെ ബോട്ടിൽ ജോലിക്കാരനാണ്. ജോലിക്ക് പോയ ബഷീറാണ് പണികൾ നടക്കുന്ന വിവരം ഉമ്മയെ വിളിച്ചു പറഞ്ഞത്. 2-3 മണ്ണുമാന്ത്രി യന്ത്രങ്ങൾ വസ്തു നിരപ്പാക്കുകയാണ്. പാറയും കട്ടയും സിമൻറ്റുമെല്ലാം ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. ജ്യോതിലക്ഷ്മി അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ കാവൽ നിന്നിരുന്ന തടിമാരന്മാരായ സെക്യൂരിറ്റിക്കാർ തടഞ്ഞു. അവരോട് തർക്കിച്ച് അകത്തു കൊടുക്കാൻ ശ്രമിച്ച അവളെ ഖദീജുമ്മ ഓടി വന്ന് പിന്തിരിപ്പിച്ചു. ഈ തടിമാടന്മാരോട് ഗുസ്തിക്ക് പോയാൽ നിങ്ങൾ നാറും. മല്ലിട്ടിട്ടൊരു കാര്യവുമില്ല എൻ്റെ ജ്യോതിയമ്മേ. അഡ്വക്കേറ്റ് റൂബിയ ജോർജിൻ്റെ ഫോൺ നമ്പർ കൈവശമുണ്ടായിരുന്നു. അവളെ വിളിച്ച് വിവരം പറഞ്ഞു. അമ്മ അവിടെ വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോൾ എത്താം. ഒരു സർപ്രൈസ് ഉണ്ട്. ജ്യോതിലക്ഷ്മിയും ഖദീജുമ്മയും വന്ന ഓട്ടോയിൽ കയറി കാത്തിരുന്നു. റൂബിയ കൊണ്ടുവന്ന സർപ്രൈസ് എന്താണെന്ന് പിടികിട്ടിയില്ല. പരപ്പാറിലെ തടാക പരപ്പുകളിലൂടെ ഉല്ലാസ ബോട്ടുകളും കുട്ടവഞ്ചികളും മെല്ലെ ഒഴുകി നീങ്ങുന്നു. തെന്മല മാറുകയാണ്. സഞ്ചാരികൾക്കായി പ്രകൃതിയൊരുക്കുന്ന പർദീസയായി തെന്മല രൂപാന്തരപ്പെടുകയാണ്. 3/4 മണിക്കൂറിനുള്ളിൽ റൂബിയ ഒരു വക്കീൽ ഗുമസ്തനോടൊപ്പം കുതിച്ചെത്തി. നേരെ പണി നടക്കുന്നിടത്തേക്ക് കയറി ചെന്നു. അവിടെ പണികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന സൂപ്പർവൈസറെ വിളിച്ചു വരുത്തി. ഒരു പേപ്പർ കൈമാറി. തന്നോട് വലിയ വായിൽ സംസാരിച്ച അയാൾ പത്തിമടക്കുന്നത് ജ്യോതിലക്ഷ്മി കണ്ടു. പണികൾ നിർത്തിവയ്ക്കാൻ അയാൾ കൈ കാണിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ മണ്ണുമാന്ത്രി യന്ത്രങ്ങളും പണിക്കാരും സെക്യൂരിറ്റിക്ക് നിന്നവരുമെല്ലാം സ്ഥലം വിട്ടു. മാജിക് കാണുന്ന കുട്ടിയുടെ ആശ്ചര്യത്തോടെ നിന്ന ജ്യോതിലക്ഷ്മിക്കരികിലേക്ക് അഡ്വക്കേറ്റ് റൂബിയ ജോർജ് ചിരിച്ചുകൊണ്ട് നടന്നെടുത്തു. ഇതാമ്മേ, ഞാൻ പറഞ്ഞ സർപ്രൈസ്. എല്ലാവരും വാല് ചുറ്റി സ്ഥലം കാലിയാക്കിയത് കണ്ടില്ലേ? ഇതെങ്ങനെ സാധിച്ചു മോളെ? അവിടെയാണ് നമ്മുടെ വലിയ വക്കീലിൻ്റെ പ്രായോഗിക ബുദ്ധി. ഇങ്ങനെ സംഭവിച്ചേക്കുമെന്ന് ഗോപിനാഥൻ പിള്ള സാറ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് ഒരു പ്രൊഹിബിഷൻ ഓർഡർ കോടതിയിൽ നിന്ന് എടുത്തു വച്ചിരുന്നു. കോടതി വിധി ഉണ്ടാകുന്നതുവരെ തർക്കവസ്തുവിൽ ആരെങ്കിലും പ്രവേശിക്കുവാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ പാടില്ല. ജ്യോതിലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾ റൂബിയയുടെ കരങ്ങളിൽ പിടിച്ചു. മടങ്ങുന്ന വഴി റൂബിയ ഒറ്റക്കല്ലിലെ ജ്യോതിലക്ഷ്മിയുടെ വാടക വീട്ടിൽ കയറി. ചായയിടാൻ അകത്തേക്കോടിയ അവളെ റൂബിയ തടഞ്ഞു. എന്തെങ്കിലും കുടിച്ചേ മതിയാവൂ എന്ന് ജ്യോതിലക്ഷ്മി നിർബന്ധം പിടിച്ചപ്പോൾ റൂബിയ വഴങ്ങി. അടുക്കളയിൽ ഇഞ്ചിയും കാന്താരിമുളകും ചതച്ചിട്ട് തേനൊഴിച്ച ലെമൺ ജ്യൂസ് തയ്യാറാക്കുന്നതിനിടയിൽ റൂബിയ സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ട് കയറി വന്നു. ഒരു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കോൺഫറൻസിന് ചെന്നൈയിൽ പോയിരുന്നമ്മേ. അവിടെ വെച്ച് പ്രിയരഞ്ജനെ കണ്ടു. എന്നെ നല്ലപോലെ സൽക്കരിച്ചിട്ടൊക്കെയാണ് വിട്ടത്. ആഹാ, എന്നിട്ടവൻ പറഞ്ഞില്ലല്ലോ മോളെ, കള്ളൻ. റൂബിയെ ചിരിച്ചതേയുള്ളൂ. അവൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ജ്യോതിലക്ഷ്മി ഒരു കവറുമായി പിന്നാലെ ഓടിച്ചെന്നു. കേസിൻ്റെ വക്കാലത്തൊക്കെ എടുത്തെങ്കിലും വലിയ വക്കീൽ ഫീസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മോളും പറഞ്ഞില്ല. മോളിത് വെച്ചോ. സമയമാകുമ്പോൾ ഞങ്ങൾ ഫീസെല്ലാം കൃത്യമായി കണക്ക് പറഞ്ഞു വാങ്ങിച്ചോളാം. തൽക്കാലം ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അന്ന് രാത്രിയിൽ പ്രിയരഞ്ജൻ വിളിച്ചപ്പോൾ ജ്യോതിലക്ഷ്മി ചോദിച്ചു. എടാ, നമ്മുടെ കൊച്ചു വക്കീൽ ചെന്നൈയിൽ വന്നപ്പോൾ നിന്നെ കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അക്കാര്യം നീ എന്താ എന്നോട് പറയാതെ? പ്രിയരഞ്ജൻ ചമ്മിപ്പോയി. ഇതിനിടയിൽ അവൾ ഇക്കാര്യം അമ്മയുടെ കാതിലും എത്തിച്ചോ? അമ്മേ, അത് പിന്നെ ജ്യോതിലക്ഷ്മി ഒന്നിരുത്തി മൂളി. 2 ആഴ്ച കടന്നുപോയി. ഒരു ദിവസം ഉച്ചയോടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അറിയിക്കാൻ റൂബിയ ജോർജ് ജ്യോതിലക്ഷ്മിയെ വിളിച്ചു. കേസിൻ്റെ നടത്തിപ്പിനായി ചെന്തുരുണിയിലെ വസ്തുവിൻ്റെ പ്രമാണവും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുടെയും കോപ്പികൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രമാണത്തിൻ്റെ കോപ്പി കിട്ടി. പക്ഷേ ജ്യോതിലക്ഷ്മി പറഞ്ഞിരുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നാരായണൻ മുതലാളിയുടെ അനന്തരാവകാശികളെല്ലാം ചേർന്ന് വിജയനാരായണൻ്റെ മകൻ സുബോധിൻ്റെയും ശിവനാരായണൻ്റെ മകൾ അഞ്ജുവിൻ്റെയും പേർക്ക് ഇഷ്ടാധാരം നടത്തി കൊടുത്തിരിക്കുന്നതിൻ്റെ പകർപ്പുകളാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾ 2 കോളേജ് വിദ്യാർത്ഥികളാണ്. ജ്യോതിലക്ഷ്മിയുടെ ഭർത്താവ് വിമൽ നാരായണനും ഇഷ്ടാധാരത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. നോ എന്നൊരു അലർച്ചയാണ് ജ്യോതിലക്ഷ്മിയിൽ നിന്നും ആദ്യം ഉയർന്നത്. അവൾ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞങ്ങളോട് പറയാതെ വിമലേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങളോട് പറയാതെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഒരുപക്ഷെ നമ്മൾ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതി അങ്ങനെ സംശയിക്കുകയേ വേണ്ട. വിമലേട്ടൻ്റെ ഒരഭിപ്രായത്തിനും ഇന്നേ വരെ ഞങ്ങൾ എതിര് നിന്നിട്ടില്ല. കൃത്യത ഉറപ്പുവരുത്താൻ അന്ന് വൈകുന്നേരം ജ്യോതിലക്ഷ്മിയുടെ അടുത്ത് ആ രേഖകളുമായി റൂബിയ എത്തി. ജ്യോതിലക്ഷ്മി അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. വിമലിൻ്റെ കൈയക്ഷരവും ഒപ്പുകളുമുള്ള രേഖകളെല്ലാം എടുത്തു കൊണ്ടുവന്ന് താരതമ്യം നടത്തി. ഒരുപാട് രേഖകളുമായി ഒത്തുനോക്കി. അവളുടെ നെറ്റി ചുളിഞ്ഞു. റൂബിയ ചോദിച്ചു. കൈയക്ഷരം ഒപ്പും വിമലങ്ങളുടെ തന്നെയല്ലേ അമ്മേ?
അതുപോലെയുണ്ട്. പക്ഷേ എനിക്കുറപ്പാ 100%. കേസിൻ്റെ കാര്യത്തിന് പുനലൂർ പോയി വക്കീലിനെ കണ്ടു തിരിച്ചു വരുന്ന വഴിക്കാ വിമലേട്ടൻ ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടത്. ഇഷ്ടാധാരത്തിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ പിന്നെന്തിന് 2 മാസം കഴിഞ്ഞ് വിമലേട്ടൻ കേസിന് പോകണം? ആ ചോദ്യം റൂബിയയെ കുഴപ്പിച്ചു. അത് നേരാണല്ലോ. അഡ്വക്കേറ്റ് മാലൂർ ഗോപിനാഥപിള്ള പറയുന്നത് പോലെ ചെയ്യാമെന്നറിയിച്ച് റൂബിയ ജോർജ് മടങ്ങി. ജ്യോതിലക്ഷ്മി പിന്നാലെ എത്തി ഉറപ്പിച്ചു പറഞ്ഞു. ഇത് ചതിയാ മോളെ. പിറ്റേന്ന് വൈകിട്ട് റൂബിയ ജോർജ് വിളിച്ചു. ഗോപിനാഥപിള്ള സാറ് പറഞ്ഞത് വിമലങ്കിളിനെ ഒപ്പിട്ടിട്ടില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പാണല്ലേ? 2 കാര്യങ്ങൾ ചെയ്യാനാ. ആദ്യം ഈ ആധാരം വ്യാജമാണെന്ന് സംശയിക്കുന്നതായും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും തെന്മല SHOയ്ക്ക് ഒരു പരാതി കൊടുക്കണം. രണ്ടാമത് ആ പരാതിയുടെ കോപ്പി കൂടി വെച്ച് ഇത് കള്ളപ്രമാണമാണെന്നും റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇപ്പോഴുള്ള കേസിൽ ഒരു ഉപഹർജി കൂടി കൊടുക്കണം. എന്താന്ന് വെച്ചാൽ മോള് ചെയ്തോ. എന്തായാലും കള്ളപ്പരീക്ഷകളെ വെറുതെ വിടാൻ പാടില്ല. ജ്യോതിലക്ഷ്മിയുടെ ധൈര്യവും തൻ്റെ ഇടവും കണ്ട് റൂബിയ ജോർജിന് ആദരവ് തോന്നി. അങ്ങനെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ. റൂബിയ ജോർജ് പരാതിയും ഹർജിയും തയ്യാറാക്കി ജ്യോതിലക്ഷ്മി ഒപ്പിടുന്നതിന് വേണ്ടി ഗുമസ്തൻ്റെ പക്കൽ കൊടുത്തുവിട്ടു. ഗുമസ്തനോടൊപ്പം സ്റ്റേഷനിലെത്തി ജ്യോതിലക്ഷ്മി പരാതി കൈമാറിയെങ്കിലും അത് സ്വീകരിക്കാൻ SHO ഫിറോസ് ഹുസൈൻ തയ്യാറായില്ല. അങ്ങനെ സംശയം വെച്ച് മാത്രം അന്വേഷിക്കാൻ കഴിയില്ലെന്നാണ് അയാൾ ഒഴിവ് പറഞ്ഞത്. വക്കീൽ ഗുമസ്തനോടൊപ്പം ജ്യോതിലക്ഷ്മി മടങ്ങിയ ഉടനെ SHO ഫിറോസ് ഹുസൈൻ രാമഭദ്രനെ വിളിച്ചു. എൻ്റെ രാമഭദ്രൻ സാറേ, വല്ല വ്യാജ പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ടോ? സംഗതി വശപ്പിച്ചുക. 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന വകുപ്പ അടി എണ്ണേണ്ടി വരും. രാമഭദ്രൻ പൊട്ടിച്ചിരിച്ചു. വ്യാജ പ്രമാണമോ? എടോ, അത് ഒറിജിനൽ പ്രമാണം തന്നെ. അല്ലെന്ന് ആരെങ്കിലും തെളിയിക്കട്ടെ. പ്രശ്നമുള്ള ആൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ ആരുമെന്ന് പറയാനടോ? തൽക്കാലം ഞാൻ പരാതി എടുത്തിട്ടില്ല. മുകളിൽ നിന്ന് വിളി വരികയാണെങ്കിൽ എടുത്തേ പറ്റൂ. താനെടോ, ധൈര്യമായിട്ടെടുത്തോ. ഒരു ചുക്കും സംഭവിക്കുകയില്ല. ഈ വിവരം ASP സോജൻ റോയിയെ അറിയിക്കാൻ റൂബിയ ഉദ്ദേശിച്ചു. ഉടനെ ജ്യോതിലക്ഷ്മി വിളിച്ചെങ്കിലും സോജൻ റോയി ഫോൺ എടുത്തില്ല. എന്നാൽ വൈകുന്നേരം അയാൾ തിരിച്ചു വിളിച്ചു. ജ്യോതി വിളിച്ചത് നന്നായി. ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. ആക്ഷൻ കൗൺസിലിൻ്റെ പരാതി അനുസരിച്ചുള്ള ബൈക്ക് ആക്സിഡൻറ്റ് പുനരന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. വൈകാതെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഉറപ്പിക്കാനുണ്ട്. പരാതിയിൽ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെന്നൈയിലെത്തി നിങ്ങളുടെ ബിസിനസ് പാർട്ണറായിരുന്ന തേനി കതിരേശിനെ ചോദ്യം ചെയ്തു. അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ടീം ശേഖരിച്ചിട്ടുണ്ട്. സംശയിക്കത്തക്ക എന്തായാലും കിട്ടിയോ സാർ? ഇല്ല. അയാളെക്കുറിച്ച് ജ്യോതി പറഞ്ഞിരുന്നതെല്ലാം സത്യമാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സൈഡ് ക്ലിയർ. ഞാൻ കണ്ടവരിലും ഇടപെട്ടവരിലും വെച്ച് തങ്കം പിടിച്ച മനുഷ്യനായിരുന്നു അയാൾ. വിമലേട്ടൻ്റെ മരണശേഷം ഞങ്ങളെ വേണമെങ്കിൽ നൈസായിട്ട് അയാൾക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ പാർട്ട്ണർഷിപ്പ് തുടരാൻ അയാൾ ഒരുപാട് നിർബന്ധിച്ചു. എനിക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മോനും ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതിൻ്റെ ഇരട്ടി തുകയാണ് ഞങ്ങളറിയാതെ അക്കൗണ്ടിലിട്ടത്. ഇപ്പോഴും അയാളും ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. വിശേഷാവസരങ്ങളിലൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പണമിടും. വിലക്കുമ്പോൾ പറയുന്നത് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണെന്നാണ്. ചതിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സുഹൃത്തുക്കളുണ്ട്. വിശ്വസ്തതയും ആത്മാർത്ഥ സ്നേഹവും കൊണ്ട് എപ്പോഴും ചേർത്ത് നിർത്തുന്ന സുഹൃത്തുക്കളുമുണ്ട്. അനുഭവിച്ചറിഞ്ഞു നല്ല സൗഹൃദങ്ങൾ അലമാരയിൽ സൂക്ഷിക്കുന്ന വിലപ്പെട്ട നിധിയാണ്. ആപത്ത് കാലങ്ങളിൽ ഉപകരിക്കും. ഞങ്ങൾക്ക് അങ്ങനൊരു വിലപ്പെട്ട നിധിയാണ് തേനി കതിരേശൻ. അയാളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിമൽ മരണപ്പെട്ട സ്ഥലത്തെ കൊക്കയിൽ നിന്നും ഒരു വാഹനത്തിൻ്റെ സൈഡ് വ്യൂ മിറർ കണ്ടെടുത്തിരുന്നു. എൻ്റെ ടീം അതിൻ്റെ പിന്നാലെ പോയി. അതൊരു ഇമ്പോർട്ടഡ് മിത്സുബിഷി പജീറോ വാൻ്റേതാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാഹനം ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. വിമലേട്ടനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ വാഹനം ഏതാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡസൻ കണക്കിന് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്പോട്ടാണത്. പുല്ലിലും തരിയിലും വരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നതാണല്ലോ പോലീസ് ശൈലി. അങ്ങനൊരു സാധനം കിട്ടിയപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ അന്വേഷിക്കുന്ന കേസുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല. പിന്നെ ഏതൊരു കുറ്റകൃത്യത്തിലും കുറ്റവാളി അറിയാതെ ഒരു കച്ചിത്തുരുമ്പെങ്കിലും അവശേഷിപ്പിക്കുമെന്നാണല്ലോ പറയാറ്. നമുക്ക് നോക്കാം. ഗുരുതരമായ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. പറഞ്ഞോളൂ. കോടതിയിൽ നിന്നും വ്യാജ പ്രമാണത്തിൻ്റെ കോപ്പി കിട്ടിയതും അതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ട് ഇൻസ്പെക്ടർ ഫിറോസ് ഹുസൈൻ സ്വീകരിക്കാത്തതുമെല്ലാം ജ്യോതിലക്ഷ്മി വിശദമായി പറഞ്ഞു. അത് കേട്ട് സോയൻ റോയി അത്ഭുതപ്പെട്ടു. ഓ, ഇറ്റ് ഈസ് എ സീരിയസ് ഒഫൻസ്. എന്നിട്ടും അയാൾ കേസെടുത്തില്ലേ? ചെന്നായ്ക്കൾ ഓരിയിടുന്നത് കേട്ട് ചില നായ്ക്കളും ഓരിയിടാറുണ്ട്. അയാൾ അത്തരമൊരാളാണ്. രാമഭദ്രനെ പോലുള്ളവരുടെ സ്വാധീനവും പണവും കണ്ടുകൊണ്ടാണോ അയാൾ തുള്ളുന്നത്? എന്നെ നാടുകടത്താൻ അയാളുടെ ഒത്താശയോടെ രാമഭദ്രനും സംഘവും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. റേഞ്ച് IG അരവിന്ദ സാറത് ഗൗനിക്കാതായതോടെ ഇപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറിയിറങ്ങുവാണെന്നാണ് കേട്ടത്. ആ, കൊണ്ടു കൊടുത്തിട്ട് വാങ്ങാത്തതല്ലേ? ഇനി അയാൾ പരാതി വീട്ടിൽ വന്ന് വാങ്ങിക്കോളും. ശക്തമായ അന്വേഷണവും നടക്കും. വ്യാജപ്രമാണമെന്ന് പറയുമ്പോൾ 2 കേസാണ്. വ്യാജരേഖ ചമയ്ക്കലും ആൾമാറാട്ടവും. പക്ഷേ ജ്യോതിക്ക് ഉറപ്പ് വേണം. ഉറപ്പുണ്ട്. വിമലേട്ടൻ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ കേസിൻ്റെ കാര്യത്തിന് വക്കീലിനെ കാണാൻ പോകുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് 100 വട്ടം ഉറപ്പാണ്.
സോജൻ റോയി പറഞ്ഞിരുന്നത് പോലെ തന്നെ അന്ന് വൈകിട്ട് SHO ഫിറോസ് ഹുസൈൻ നേരിട്ട് ജ്യോതിലക്ഷ്മിയുടെ വീട്ടിൽ വന്ന് പരാതി വാങ്ങിക്കൊണ്ട് പോയി. അന്ന് തന്നെ 2 കേസുകളും രജിസ്റ്റർ ചെയ്തു. വ്യാജരേഖ ചമച്ചതിനും ആൾമാറാട്ടം നടത്തിയതിനും. അന്ന് ശനിയാഴ്ചയായിരുന്നു. ആഴ്ചപ്പാട്ടി നടക്കുന്ന ദിവസം. കുടുംബ വീട്ടിൽ മദ്യസേവയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് രാമഭദ്രന് ഫിറോസ് ഹുസൈൻ്റെ ഫോൺ വന്നത്. രാമഭദ്രൻ സാറേ, വ്യാജരേഖ ഉണ്ടാക്കാനും ആൾമാറാട്ടം നടത്തി അതിൽ ഒപ്പിട്ടതിനും 2 കേസാ എടുത്തേക്കുന്നത്. 2ഉം സീരിയസ് ഒഫൻസാ. ആ ആധാരം ഒറിജിനൽ തന്നെയല്ലേ? പിന്നല്ലാതെ. താൻ പേടിക്കണ്ടോ. നിങ്ങൾ പരാതി കൊടുത്ത ബൈക്ക് ആക്സിഡൻറ്റിൻ്റെ പുനരന്വേഷണം രഹസ്യമായി നടക്കുന്നുണ്ടെന്ന അറിവ്. അത് അപകടമരണം തന്നെയാണല്ലോ. നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്ന് കൈക്രിയകളൊന്നും ഒപ്പിച്ചു വെച്ചിട്ടില്ലല്ലോ. താൻ എന്ത് ഭ്രാന്താടോ ഈ പറയുന്നേ? അങ്ങനെ വല്ല ഉണ്ടെങ്കിലേ ഇങ്ങനൊരു പരാതി കൊടുപ്പിക്കാനുള്ള മണ്ടത്തരം ഞാൻ കാണിക്കുമോ? ആ SP-യുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ ഇറങ്ങിയത്. കേസ് ഇയാളുടെ അടുത്ത് എത്തുമ്പോൾ അവളെ നാട്ടിൽ നിന്ന് ഒടുക്കിയെന്ന ചെപ്പടി വിദ്യയ്ക്ക് ഇറങ്ങിയതാ. എന്നിട്ടിപ്പോൾ അയാൾ കൈമലർത്തുകയാണ്. കൈവിട്ട് പോയി സാറേ. സോജൻ റോയ് വെറും പുലിയല്ല, പുപ്പുലിയ. സൂക്ഷിച്ചോ. ഫോണിലൂടെയുള്ള സംഭാഷണം വിജയനാരായണൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ രാമഭദ്രനെ ഒന്ന് ചൊറിഞ്ഞു. അളമുട്ടുമോ അളിയാ? അളിയൻ്റെ പണികളൊന്നും പണ്ടത്തെ പോലെ ഏക്കുന്നില്ലല്ലോ. ദേ അളിയാ, ഇത്തിരി അകത്ത് ചെല്ലുമ്പം എനിക്കിട്ട് ചൊറിയല്ലേ. അളിയന്മാർ നോക്കിയിരുന്നോ കാണാൻ പോണ കളികൾ. ശിവനാരായണൻ മധ്യക്ലാസ്സുമായി എഴുന്നേറ്റു. ഏട്ടൻ ചോദിച്ചാലും കാര്യമുണ്ടളിയോ. നമ്മൾ വസ്തുവിലോട്ട് കയറിയപ്പോൾ തന്നെ അവൾ സ്റ്റേയും കൊണ്ടുവന്നു. അളിയൻ പഠിച്ച പണി 18 നോക്കിയിട്ടും സ്റ്റേ അഴിപ്പിക്കാൻ പറ്റുന്നുമില്ല. അളിയൻ ഉച്ചക്കുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും ആ SP-യെ തെറിപ്പിക്കാനും പറ്റുന്നില്ല. ഫിറോസ് ഹുസൈൻ തെറിക്കുമെന്നാ ഇപ്പോൾ കേൾക്കണേ. ഇനിയിപ്പോൾ പ്രമാണ കേസും നാറ്റക്കേസാവുമോ? വെളുക്കാൻ തേച്ചാലും പാണ്ടാവുമോ അളിയ? ഗൗരി മുന്നറിയിപ്പ് കൊടുത്തു. ജ്യോതി നിങ്ങൾ അളന്നു വച്ചേക്കുന്ന പെണ്ണൊന്നുമല്ല. വിമലുള്ളപ്പോൾ അവൾ നനഞ്ഞ കരിയിലെ കൂന പോലെ കിടന്നേയുള്ളൂ. വിമൽ മരിച്ചോടെ തീ പിടിച്ച വൈക്കോൽ തുറു പോലെ ആളിക്കത്തുക. രാമഭദ്രൻ മധ്യക്ലാസ് ഊക്കോടെ ടീപ്പോയിമേൽ അടിച്ചു വെച്ചു. ഞാൻ കാണിച്ചു തരാം. കത്തുന്ന തുറു ഞാൻ വെള്ളം ചീറ്റി അണയ്ക്കും. പിന്നെ അവൾ വെറും ചാരമാ, ഒരു പിടി ചാരം. പിറ്റേന്ന് വീണ്ടും രാമഭദ്രൻ തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ചു. നോട്ട് നിറച്ച പെട്ടിയും കുറേ പാർട്ടിക്കാരും ഒപ്പമുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു വൈകുന്നേരം വീടിൻ്റെ ഉമ്മറത്ത് ജ്യോതിലക്ഷ്മിയും ശിഖയും ഖദീജമ്മയും സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. തെന്മലയുടെ മുകളിലെ സന്ധ്യാകാശം കണ്ടിരിക്കാൻ നല്ല രസമാണ്. വെയിലേറ്റ് പുളയുന്ന തടാകങ്ങളിൽ നിന്നുയരുന്ന നീരാവിയുടെ ഈർപ്പം ഘനീഭവിച്ചു കിടക്കുന്ന തെന്മലയുടെ സന്ധ്യാകാശത്തിന് മോഹഭംഗം ബാധിച്ച് ചിരി മാഞ്ഞുപോയ പ്രണയിനിയുടെ മുഖഭാവമാണ്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി പ്രിയരഞ്ജൻ ഭാഗം തൂക്കി കയറി വന്നത്. അത് പതിവുള്ളതല്ല. നേരത്തെ അറിയിച്ചിട്ട് മാത്രമേ അവൻ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ മകൻ്റെ അപ്രതീക്ഷിത വരവ് ജ്യോതിലക്ഷ്മിയുടെ ഉള്ളിൽ ആദി ഉയർത്തി. കഥ തുടരും.